അതെ, ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഒരുപാട് നെഗറ്റീവ് കമൻറ്റിൻ്റെ ഒരു മഹാപ്രളയം തന്നെയായിരുന്നു. ഹെല്ലടോ, ഞാനൊരു കാര്യം മനസ്സിലാക്കട്ടെ. അതിലൊരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ അവളെ ദ്രോഹിക്കാൻ പറ്റുമെന്ന്. എന്താടോ, നിങ്ങൾക്ക് ശരിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ നടന്നത് എന്നുള്ള സംഭവം നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ ഒരു കാര്യം ചോദിക്കുന്നതും പറയുന്നതും. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നവളല്ല അവൾ. പിന്നീട് എനിക്ക് ആദ്യം ഒരു അഫെയർ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു 4.5 വർഷത്തെ ഒരു പ്രണയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ, അതിൽ നിന്ന് ഒരുപാട് ചതികളും എല്ലാം നേരിട്ട് വാങ്ങി, എല്ലാ സങ്കടങ്ങളും നേരിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് ഇവൾ. പിന്നീട് ഇവൾ എന്നോട് ചെയ്ത ഏറ്റവും വലിയൊരു ചതി എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ടൊരു കുട്ടിയുള്ള പെണ്ണാന്നുള്ളത് കാര്യം എന്നോട് മറച്ചു വെച്ചു. എന്നിട്ടും നിങ്ങൾക്ക് അവളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. ആത്മാർത്ഥമായിട്ട് ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിനോട് ഇതിനു മാത്രം വലിയൊരു നുണ പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ വ്യക്തിനെ പറ്റിക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉത്തരവൊന്നുമില്ല അല്ലേ? പിന്നെ എൻ്റെ മനസ്സ് അത്രമാത്രം ദ്രോഹിച്ചതുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ വ്യാജ പരാതികളും വ്യാജ കള്ളങ്ങളും അടിച്ചിറക്കിയതുകൊണ്ടും അതിൽ നിന്നുണ്ടായ ഒരുപാട് നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതിന് ശേഷം മാത്രമാണ് ഇതൊരു പ്രതികാരമായിട്ട് മാറിയത്. അത് നോക്കാനൊന്നും നിങ്ങൾക്ക് നേരമില്ലല്ലോ അല്ലേ? പിന്നെ 7 മാസം കഴിഞ്ഞിട്ടാണ് ഇവൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അല്ലെങ്കിൽ അവൾ എന്നോട് തുറന്ന് പറയുന്നത്. അതായിരുന്നു സത്യം. എന്നോട് ആ ഒരു കുട്ടി വീട്ടിലുള്ള സമയത്ത് അവൾ എന്നോട് പറഞ്ഞിരുന്ന വാക്ക് എന്താണെന്നറിയോ? അത് അവളുടെ ഉമ്മയുടെ ഏറ്റവും ചെറിയ കുട്ടിയാണെന്ന്. ഒരു പെണ്ണ് ഇത്രമാത്രം നുണയൊക്കെ പറഞ്ഞിട്ട് വേറൊരാണായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഞാനാണ് സ്നേഹിച്ചതിൻ്റെ പേരിൽ അവളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകത്തുണ്ട്. എല്ലാ കുറവുകളും എല്ലാം ക്ഷമിച്ചുകൊണ്ടും എൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ അവളെ വിളിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് അവൾ എന്നോട് ചെയ്ത ചതി എന്താ? ഞാനുള്ള സമയത്തും അല്ലെങ്കിൽ ഞാൻ നാട്ടിലില്ലാത്ത സമയത്തും ഒരുപാട് സുഖം തേടിപ്പോയി. അല്ലെങ്കിൽ അവൾ വീട്ടുകാരതിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നതാണ് സത്യം. അവളുടെ ഉപ്പാൻ്റെ കൂട്ടുകാരനായിട്ട് പോലും അവൾക്ക് ബന്ധമുണ്ട്. അത് നിങ്ങൾക്കറിയോ? അന്ന് വീട്ടിൽ നടന്നൊരു പ്രശ്നത്തിൽ അവളുടെ വീട്ടിൽ പറഞ്ഞൊരു വാക്കാണ്. ഇതെല്ലാം ഒരു വ്യക്തി കേട്ട് വരുന്ന, ഒരു സ്നേഹിക്കുന്ന ഒരു വ്യക്തി കേട്ട് വരുന്ന അവൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടോ? എന്താ അല്ലേ? ഇതെല്ലാം നേരിട്ടിട്ട് മുന്നോട്ട് വരുന്നവൻ്റെ അവസ്ഥ വീണ്ടും ചവിട്ടിത്തേക്കാൻ കൂട്ടാക്കരുത്. അവൾക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചു. അവളൊരു പെണ്ണായതുകൊണ്ട് നിങ്ങൾക്ക് വാദിക്കാം. അവളെ ദ്രോഹിക്കാൻ പാടില്ല, ചെയ്യണം. എന്താണ് ആണുങ്ങളെ കണ്ണീരിന് വിലയില്ലേ? ആ വ്യക്തികളെന്താ മനുഷ്യന്മാരല്ലേ? ഇതിനൊരു ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആണുങ്ങൾ മനുഷ്യന്മാരല്ലേ? എന്താ അല്ലേ? ഇതിന് മാത്രം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കേൾക്കണം എന്നല്ലെങ്കിൽ കേട്ടിരിക്കണം എന്നൊന്നുമില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഓരോ പോസ്റ്റ് വഴിയായിട്ട് നിങ്ങളോട് പറയുക തന്നെ ചെയ്യും. അവൾ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ദ്രോഹങ്ങളും അല്ലെങ്കിൽ അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഞാനത് തുറന്ന് പറയുക തന്നെ ചെയ്യും. അതിന് എന്ത് വന്നാലും അതിൻ്റെ പുറത്ത് എന്തുണ്ടായാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ആ വ്യക്തിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണെന്നും ആ വ്യക്തിയും ഞാനും തമ്മിൽ എന്തായിരുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ശരീരം മാത്രമല്ല അവൾ ദ്രോഹിച്ചത്, എൻ്റെ മനസ്സും കൂടിയായിരുന്നു. കാരണം ഒരിക്കൽ ഞാൻ തകർന്നു പോയ സ്ഥലത്ത് നിന്ന് ഞാൻ അവളുടെ എല്ലാം തുറന്നു പറഞ്ഞിട്ടാണ് അവളുടെ ജീവിതത്തിൽ കടന്നു വന്നത്. പക്ഷെ അവളോ എന്നോടെല്ലാം മറച്ചു വെച്ചിട്ടു. എന്നിട്ടും ഞാൻ കുറ്റക്കാരനല്ലേ? ഞാൻ ഏറ്റവും വലിയൊരു തമ്മാടി, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും വലിയൊരു ദുഷ്ടൻ. എന്താടോ നിങ്ങളൊക്കെ ഒന്ന് നന്നാവുക.